കേരളത്തിലെ ലഹരി വ്യാപനത്തെ പറ്റിയുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ അടങ്ങിയ അന്വേഷണ റിപ്പോർട്ടാണ് 24 ചീഫ് എഡിറ്റർ ശ്രീകണ്ഠൻ നായർ കഴിഞ്ഞ മാസം 31-ന് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചത്. കേരളത്തിൽ ഏതെല്ലാം ഇടങ്ങളിലാണ് ലഹരി വിൽപ്പന നടക്കുന്നതെന്നും ലഹരി വ്യാപാരത്തിന് ചുക്കാൻ പിടിക്കുന്നത് ആരൊക്കെയെന്നും റിപ്പോർട്ടിൽ വിശദമായി തന്നെ പറയുന്നു. സംസ്ഥാനത്തെ ലഹരി ഉറവിടങ്ങളും ഉപയോഗവും സംബന്ധിച്ച 24 റിപ്പോർട്ട് പരിശോധിച്ച് വിശദ അന്വേഷണം നടത്തി കുറ്റവാളികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയിരുന്നു. കേരളത്തിലെ ലഹരി മാഫിയെപ്പറ്റിയുള്ള നിർണായക വിവരങ്ങളാണ് റിപ്പോർട്ടിലുള്ളത്. മയക്കുമരുന്നിന് അടിമപ്പെട്ടവർ, ജനപ്രതിനിധികൾ, എക്സൈസ്, പോലീസ് ഉദ്യോഗസ്ഥർ, നാട്ടുകാർ, ഡോക്ടേഴ്സ്, മനഃശാസ്ത്രജ്ഞർ, മയക്കുമരുന്നിന് അടിമപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾ, ഡി അഡിക്ഷൻ കേന്ദ്രങ്ങളിൽ പ്രവേശിക്കപ്പെട്ടവർ, ലഹരിയിൽ നിന്ന് മുക്തരായവർ, ജീവനക്കാർ, വിദ്യാർത്ഥികൾ എന്നിവരുമായെല്ലാം യാത്രയിൽ 24 ഗവേഷണ വിഭാഗം വിശദമായ ചർച്ചകൾ നടത്തിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. മയക്കുമരുന്ന് ദുരുപയോഗത്തിനെതിരെ പോരാടുന്നതിലെ വെല്ലുവിളികൾ, നിയമത്തിലെ പഴുതുകൾ, പുനരധിവാസ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം, എക്സൈസ്, പോലീസ് വിഭാഗങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ, പൊതു അവബോധ പരിപാടികളിലെ പരിമിതികൾ എന്നിവയും അവ പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങളും റിപ്പോർട്ടിലുണ്ട്. മയക്കുമരുന്നിന്റെ ഉപയോഗം സമൂഹത്തിലുണ്ടാക്കുന്ന ആഘാതം, പൊതുജനാരോഗ്യ രംഗത്തിന് അതുണ്ടാക്കുന്ന വെല്ലുവിളികൾ, സാമൂഹിക ബന്ധങ്ങളിലെ തകർച്ച, കുറ്റകൃത്യങ്ങളുടെ വർധന, സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ എന്നിവയും റിപ്പോർട്ട് വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. 24 ചീഫ് എഡിറ്റർ ശ്രീകണ്ഠൻ നായർ മാധ്യമ ജീവിതത്തിൽ 4 പതിറ്റാണ്ട് പൂർത്തിയാക്കിയ വേളയിലാണ് SKN40 അരുത് അക്രമം, അരുത് ലഹരി ജനജാഗ്രത കേരള യാത്ര സംഘടിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക് 24.